എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് 2025 കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ്. ശനിദോഷം കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെക്കുറിച്ചും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഇത് കേട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. അതിന് പരിഹാരവും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം അലങ്കരിക്കുന്ന ഏക ഗ്രഹമാണ് ശനി. അനുഗ്രഹിച്ചാൽ ഇത്രമേൽ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം വേറെയില്ല. കണിശമായ നീതിയും ന്യായവും ധർമ്മവുമാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആയുസ്സും ആരോഗ്യവും എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണെങ്കിലും അതിന് ജാതകത്തിൽ ശനിയുടെ സ്ഥാനം കൂടി അനുകൂലമാകണം. എല്ലാവരും ശനീശ്വരൻ്റെ മുമ്പിൽ തുല്യരാണ്. മാന്യമായും ന്യായമായും ജീവിക്കുന്നവർ, പരദ്രോഹം ചെയ്യാത്തവർ, പരസ്ത്രീകളെ ബഹുമാനിക്കുന്നവർ, ഇവരൊക്കെ ശനീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുന്നവരാണ്. അവർക്ക് വേണ്ടതെല്ലാം തന്നെ ശനീശ്വരൻ വാരിക്കോരി നൽകുകയും ചെയ്യുന്നതാണ്. മറിച്ച് അന്യമാർഗത്തിലൂടെ ധനമാർജിക്കുന്നവർ, ചതിക്കുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ, ഇവരെയെല്ലാം തന്നെ ഇത്തരക്കാർക്ക് കണ്ടകശനി വരുമ്പോൾ ശനീശ്വരൻ ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. അതുപോലെ തന്നെ ഓരോ ജന്മത്തിൻ്റെയും ജന്മജന്മാന്തര പൂർവ്വജന്മ കർമ്മങ്ങളെയെല്ലാം തന്നെ ശനീശ്വരന് എന്നും തന്നെ മനഃപ്പാടമായിരിക്കും. ശനീശ്വരൻ്റെ ദീർഘദൃഷ്ടിയും കുശാഗ്രബുദ്ധിയും കണിശമായ ഗണിതവും ആരുടെ മുമ്പിലും ഒരിക്കലും പിഴയ്ക്കാറുമില്ല. നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിവുള്ള ശനി കഴിഞ്ഞ 2.5 വർഷമായി താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശി വെടിഞ്ഞ് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 10:39 ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ശനിദോഷം കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കൂറുകാരെക്കുറിച്ചാണ് അടുത്തതായിട്ട് പങ്കുവെക്കുന്നത്. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക 3/4 ഭാഗം മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കമാണ്. മിഥുനക്കൂറ്. മകീരം, തിരുവാതിര, പുണർദം കണ്ടകശനി ആരംഭിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം. ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനി അനുഭവത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഏറെയാണ്. കന്നിക്കൂറ്. ഉത്രം, അത്തം, ചിത്തിര കണ്ടകശനി ആരംഭിക്കുന്നതാണ്. ധനക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം കണ്ടകശനി ആരംഭിക്കുന്നതാണ്. മീനക്കൂറ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്കാർക്ക് ഏഴര ശനിയിലെ ജന്മശനിക്കാലം ആരംഭിക്കുന്നതാണ്. ശനി 2027 ജൂൺ മാസം 3-ാം തീയതി മേടം രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും 2027 ഒക്ടോബർ 20 വക്രഗതിയിൽ തിരികെ മീനം രാശിയിലേക്ക് തന്നെ വരുന്നതാണ്. വീണ്ടും 2028 ഫെബ്രുവരി മാസം 23 ശനി മേടം രാശിയിലേക്ക് വരുന്നതാണ്. ഈ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ ശനി സഞ്ചരിക്കുന്ന നക്ഷത്രപാദങ്ങൾ കൂടി പറയാം. 2025 ഏപ്രിൽ 4 വൈകിട്ട് 6:19 ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കും 2026 മെയ് മാസം 17-ാം തീയതി പകൽ 2:36 രേവതി നക്ഷത്രത്തിലേക്കും 2027 ജൂൺ മാസം 3-ാം തീയതി പകൽ 5:27 അശ്വതി നക്ഷത്രത്തിലേക്കും തിരികെ 2027 ഒക്ടോബർ 20 കാലത്ത് 7:20 രേവതി നക്ഷത്രത്തിലേക്കും 2028 ഫെബ്രുവരി 23 വൈകിട്ട് 7:23 അശ്വതി നക്ഷത്രത്തിലേക്കും ശനി സഞ്ചരിക്കുന്നതാണ്. അതുപോലെ തന്നെ 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെയും 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയും 2027 ഓഗസ്റ്റ് 9 മുതൽ ഡിസംബർ 27 വരെയും ശനി വക്രഗതിയിലും ആയിരിക്കുന്നതാണ്. ഇത്തവണ ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്ന മാർച്ച് 29-ാം തീയതി രാത്രി 10:39
ഭാഗ്യതാരകസ്ഥിതി തൃക്കേട്ട നക്ഷത്രമാണ്. പ്രസാദിച്ചാൽ ശനിയോളം അനുഭവ ഗുണങ്ങൾ തരുന്ന മറ്റൊരു ഗ്രഹം ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. മകരം, കുംഭം, ഇടവം, കന്നി, തുലാം ലഗ്നങ്ങളിൽ ജനിച്ചവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാശികളിൽ ശനി സ്ഥിതിയിലുള്ളവർ, ജാതകത്തിൽ ശനി തുലാം രാശിയിൽ നിൽക്കുന്നവർ, ശനി മേടം രാശിയിൽ നിന്ന് നീചഭംഗം ചെയ്തവർ, ഇവർക്കൊക്കെ ശനിയുടെ ദോഷം ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. ശനിയുടെ രാശിമാറ്റം മൂലം ദോഷഫലങ്ങൾ മാത്രമല്ല ഗുണഫലങ്ങളും മാറി മാറി അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും ജനിച്ച സമയം അടിസ്ഥാനമാക്കിയൊക്കെയാണ് ഈ പറഞ്ഞ ശനിയുടെ അല്ലെങ്കിൽ കണ്ടകശനി, ഏഴര ശനിയൊക്കെ നമ്മളിൽ ബാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ആയുസ്സിൻ്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നത് ശനിയാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ ആധിപത്യം ശനിക്കാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ കണ്ടകശനി, ഏഴര ശനിയൊക്കെ ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി പറയാം. നിങ്ങൾക്കിനി കണ്ടകശനിയാണ്, ഏഴര ശനിയാണ് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള പ്രതിവിധിയും നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ കണ്ടകശനിയും ഏഴര ശനിയൊക്കെ ബാധിച്ച ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ യഥാവിധി ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷം മാറുന്നതിന് ഉത്തമമാണ്. അതിനോടൊപ്പം തന്നെ കറുത്ത വസ്ത്രം, എള്ളെണ്ണ എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമുക്ക് കഴിയുന്നത്ര ശനീശ്വര സ്തോത്രം ജപിക്കുക. അതിനോടൊപ്പം തന്നെ ശാസ്താവിൻ്റെ മന്ത്രങ്ങളും ജപിക്കുന്നത് ഉത്തമമാണ്. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കാണിക്കുക. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക, ഇവയൊന്നും കഴിവതും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കഴിവതും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശനിയുടെ അതിദേവതയായ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം, എള്ളുപായസം എന്നിവ വഴിപാടായിട്ട് നടത്തുന്നതും വളരെയേറെ നല്ലതാണ്. എള്ളുതിരി കത്തിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ശനിദോഷ നിവാരണത്തിന് വളരെയേറെ വിശേഷമാണ്. ഈ പറഞ്ഞവയെല്ലാം തന്നെ ശനിയാഴ്ച ദിവസമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് എല്ലാ ശനിയാഴ്ചകളിലും അടുത്തുള്ള ശാസ്താവിൻ്റെ, അതായത് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതും നീല ശംഖുപുഷ്പം അർച്ചന ചെയ്യുന്നതും അതുപോലെ തന്നെ എള്ളുപായസം കഴിപ്പിക്കുന്നതും നീരാഞ്ജനം വഴിപാടായിട്ട് നടത്തുന്നതൊക്കെ ഉത്തമമാണ്. അത് ശനിയാഴ്ച ദിവസമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.